بسم الله الرحمن الرحيم إن الحمد لله الذي بنعمته تتم الصالحات رافع الدرجات ومجيب الدعوات ومنزل التوراة والإنجيل والقرآن نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. സ്നേഹതരവ് നിറഞ്ഞ ഇസ്ലാമിക മാർഗത്തിലെ സഹയാത്രികരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ സാധാരണഗതിയിൽ ഇസ്ലാമിക സമൂഹം ഈ ചരിത്രം വായിക്കുന്നതിനും പഠിക്കുന്നതിനും അടിസ്ഥാനപരമായി ചില ലക്ഷ്യങ്ങൾ പറയാറുണ്ട്. ചരിത്രം സാധാരണഗതിയിൽ നമ്മൾ പഠിക്കാറുള്ളത് ഹിസ്റ്ററി സ്റ്റോറി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹിസ്റ്ററിയും സ്റ്റോറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറ. ഹിസ്റ്ററി നടന്ന സംഭവങ്ങളായിരിക്കും, സ്റ്റോറി നടന്ന സംഭവങ്ങളായിക്കൊള്ളണമെന്നില്ല. പിന്നെന്താ? രണ്ടിലൊരു സ്റ്റോറി ഇല്ലേ? രണ്ടിലൊരു സ്റ്റോറി ഇല്ലേ? സ്റ്റോറിക്ക് മുമ്പിൽ നിങ്ങൾ ഹിസ് ഇട്ട് കൊടുത്തോണ്ടാണ്, HI ഇട്ട് കൊടുത്തോണ്ടാണ് ഇത് ഹിസ്റ്ററി ആയത് ആണ്. ഞാൻ ഒരു കഥ പറയാം. ഒരു 1800-കളിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിലൊരു പട്ടാളക്കാരൻ ജീവിച്ചിരുന്നു. റഷ്യയില് അന്നത്തെ പട്ടാള നിയമങ്ങളിൽ പ്രധാനപ്പെട്ട നിയമങ്ങളൊന്നായിരുന്നു, ഈ പട്ടാളക്കാർക്ക് വീട്ടിലേക്ക് അവധിക്ക് പോയി കഴിഞ്ഞാൽ 3 വർഷത്തിന് ശേഷം പിന്നെ അവർക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു തവണ ഒരു പട്ടാളക്കാരൻ വീട്ടിലേക്ക് പോകുന്നു, പിന്നെ അവൻ പട്ടാളത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ 3 വർഷത്തിന് ശേഷം അവന് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പട്ടാളക്കാരൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പട്ടാളക്കാരന്റെ വീട്ടിൽ ഇയാളുടെ അമ്മ മാത്രമാണ് ഉള്ളത്. ഇയാളുടെ അമ്മ അത്തവണ വീട്ടിലേക്ക് വന്നപ്പോ ഇയാൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇയാളോട് പറഞ്ഞു, നീ ഇത്തവണ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു വിവാഹം കഴിക്കണം, നിർബന്ധമായിട്ട് ഒരു വിവാഹം കഴിച്ചിട്ട് പോകണം. അപ്പൊ അമ്മയുടെ ആശങ്കയാണത്. അമ്മ ആശങ്ക പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത 3 വർഷത്തിന് ശേഷം നീ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഞാൻ മരിച്ചു പോയേക്കാം. അതുകൊണ്ട് നിനക്ക് ഭൂമിയിൽ ആരെങ്കിലും ബാക്കി ഉണ്ടാകണമെങ്കിൽ നീ ഒരു വിവാഹം കഴിക്കണം എന്ന് അമ്മ ഇവനോട്, ഈ പട്ടാളക്കാരനോട് നിർബന്ധം പിടിക്കണം. അങ്ങനെ പട്ടാളക്കാരൻ അമ്മയുടെ വാക്ക് കേട്ട് മനസ്സില്ലാ മനസ്സിലാക്കി വിവാഹം കഴിച്ചു. ഇയാൾ വിവാഹം കഴിഞ്ഞ് പിന്നെ പട്ടാളത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പിന്നെ ഈ ഭാര്യ ഗർഭിണിയായിരുന്നു. സ്വാഭാവികമായിട്ടും ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? 3 വർഷത്തിന് ശേഷം ഇയാൾക്ക് എങ്ങോട്ട് വരാൻ പറ്റുക? വീട്ടിലേക്ക് വരാൻ പറ്റുക. അപ്പോഴേക്കും ഭാര്യയുടെ പ്രസവം കഴിയും. ഓക്കെ, അങ്ങനെ ഇയാൾ ഈ അവധി കഴിഞ്ഞ് ഭാര്യ വീട്ടിലെത്തി, അമ്മയെ വീട്ടിലെത്തി, പട്ടാളത്തിലേക്ക് പോകണം. ആ തവണ അയാൾ പട്ടാളത്തിലേക്ക് പോയ ദിവസം മുതൽ അയാൾ 3 വർഷം കലണ്ടറിൽ ഇങ്ങനെ വട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണ ഈ 3 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച്. അങ്ങനെ 1 വർഷം അയാൾ കലണ്ടറിൽ വട്ടമിട്ട് പൂർത്തിയാക്കി. അയാൾ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ടാകുമോ, എന്ത് കുട്ടിയായിരിക്കും. അപ്പൊ അന്നും ഇതുപോലെ കത്തെഴുതാൻ കഴിയില്ല, ഫോൺ വിളിച്ച് പ്രസവ വിവരം പറയാൻ കഴിയില്ല. ഇതൊരു കാലമാണ്. 2ാമത്തെ വർഷം അയാൾ കലണ്ടറിൽ മുഴുവൻ വട്ടമിട്ട് തീർത്തു. 3ാമത്തെ വർഷം അയാൾക്ക് കുറച്ചുകൂടെ ആവേശമായി. കാരണം 3 വർഷത്തിന് ശേഷം അയാൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. 3ാമത്തെ വർഷം ഡിസംബർ ഏറ്റവും അവസാന ദിവസം വട്ടമിട്ട് അയാൾ അയാളുടെ പെട്ടിയും എടുത്ത് ഓടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ ട്രെയിൻ അയാളുടെ വീട്ടിലടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നു. ഇയാൾ പെട്ടിയെടുത്ത് വീട്ടിലേക്ക് ഓടുന്നു. വീടിന്റെ തൊട്ട് മുമ്പിലെത്തിയപ്പോൾ ഇയാളുടെ നടത്തത്തിന്റെ വേഗത ഒന്ന് കുറച്ചു. എന്നിട്ട് അയാൾ മുറ്റത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അപ്പോ മുറ്റത്തൊരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ നോക്കുമ്പോൾ തിരിച്ചു നോക്കുമ്പോൾ ഇയാളുടെ അതേ മുഖമുള്ള ഒരു കുട്ടി. ഇയാളുടെ പെട്ടി മുറ്റത്ത് വെച്ചിട്ട് ഓടിപ്പോയി ആ കുട്ടിയെ എടുക്കുന്നു. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇയാളുടെ അമ്മ വീട്ടിനകത്തുനിന്ന് ഇതേ മുഖമുള്ള വേറൊരു കുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നു. ഇയാൾക്ക് മനസ്സിലായി? യെസ്.
അത് ഇരട്ട കുട്ടികളാണ്. ഇയാൾക്ക് അറിഞ്ഞിട്ടില്ലല്ലോ 3 വർഷത്തിന് ശേഷം. പക്ഷെ അമ്മക്കത്ര സന്തോഷം കാണുന്നില്ല. അമ്മ ഇയാളോട് പറഞ്ഞു, നിനക്ക് 2 കുട്ടികളെ തന്നിട്ട് അവള് പോയിരുന്നു, നിനക്ക് 2 കുട്ടികളെ തന്നിട്ട് അവള് പോയി. ഇയാൾക്ക് അപ്പോ ഒരു സമ്മിശ്രമായ ഒരു വികാരം. ഒന്ന് പ്രതീക്ഷിച്ച് വന്ന് 2 കുട്ടികളെ കിട്ടിയ സന്തോഷം, 2 ഭാര്യ മരിച്ചത് അയാൾ അപ്പോഴാണ് അറിയുന്നത് എന്ന സങ്കടം ഇയാൾക്ക് ഭയങ്കര വൈകാരികമായ അവസ്ഥയിൽ. അയാൾ ആ അവധിക്കാലം തീർത്തു. അയാൾ വീണ്ടും തിരിച്ച് പട്ടാളത്തിലേക്ക് തിരിച്ചു പോന്നു. ഇത്തവണ പോകുന്ന സമയത്ത് 2 കുട്ടികൾ അവിടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ, ഭാര്യയില്ല. പോകുന്നതിന് തൊട്ട് മുമ്പ് അമ്മ ഇയാളുടെ മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, പിന്നെ നീ പോകുന്ന സമയത്ത് ഈ കുട്ടികളെയും കൊണ്ടുപോകണം, കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ആരും നോക്കും, ഈ വീട്ടിലൊക്കെ ആരാനുണ്ടാവുക. അങ്ങനെ അമ്മയുടെ വാശിയിൽ ഇയാൾ മനസ്സോടുകൂടി ഈ കുട്ടികളെയും എടുത്ത് പട്ടാളത്തിലേക്ക് പോവാണ്. അന്ന് റഷ്യയിൽ വലിയ മഞ്ഞുകാലമായിരുന്നു. ട്രെയിൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 2 കുട്ടികൾക്കും ന്യൂമോണിയ ബാധിച്ചു. 2 കുട്ടികൾക്കും കലശലായ പനി. ആർമിയിലെ ഡോക്ടർമാർ കുട്ടികളെ ചികിത്സിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനകത്ത്. പക്ഷെ അവർക്ക് പിടുത്തം കിട്ടാത്ത രീതിയിൽ ഇതിലൊരു കുട്ടി മരിച്ചു. അപ്പൊ അന്നത്തെ റഷ്യൻ യുദ്ധനിയമമാണ്, അതിർത്തികൾക്കടുത്ത് നിങ്ങൾക്ക് ഡെഡ് ബോഡികൾ കൊണ്ടുപോകാൻ പറ്റില്ല, മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ ഇയാളുടെ പട്ടാള ഉദ്യോഗസ്ഥർ, ഇതിനകത്തുള്ള ചില പട്ടാള ഉദ്യോഗസ്ഥർ പറഞ്ഞു, നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ, പിന്നെ ഈ അതിർത്തി കിടക്കുന്ന സമയത്ത് ഒരു പാലമുണ്ട്, അതിൽ താഴെ ഒരു കൂടെയുണ്ട്, അതിലേക്ക് കുട്ടിയെ വലിച്ചെറിയാം, മരിച്ച കുട്ടിയെ വലിച്ചെറിയാം എന്ന് പറഞ്ഞു. അപ്പോഴും ഒരു കുട്ടി അവിടെ ഉണ്ടല്ലോ. ഇയാൾ എന്ത് ചെയ്തു? മനസ്സോടുകൂടി ഈ കുട്ടിയെ എടുത്തിട്ട് ഡോറ് തുറന്ന് ആ പുഴയുടെ അതിർത്തി കിടക്കുന്ന സമയത്ത് കുട്ടിയെ എടുത്ത് വലിച്ചെറിയാണ്. എന്നിട്ട് ഇയാൾ തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള കുട്ടി അങ്ങനെ എടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കഴുത്ത് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങുന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുട്ടിയാണെന്ന്. നോക്കൂ, നിങ്ങൾ ഈ കഥ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ പലരെയും മുഖം വൈകാരികമാകുന്നത് പോലെ, നിങ്ങൾക്കിത് അനുഭവിക്കാൻ കഴിയുന്നത് പോലെ, നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ഇമോഷൻ ഉണ്ടായതുപോലെ, ആ കുട്ടി മരിച്ചുപോയല്ലോ എന്ന എന്തോ ഒരു വൈകാരിക ഭാവം നിങ്ങൾക്ക് വന്നതുപോലെ, നിങ്ങൾക്കിത് ജീവിതത്തിൽ സംഭവിച്ച എന്തോ പോലെ തോന്നില്ലേ? ചരിത്രത്തിൽ സംഭവിച്ച എന്തോ ഒന്ന്, യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച എന്തോ ഒന്ന്. 1920 റഷ്യയിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആന്റൺ ചെക്കോവ് ഇതുപോലെ കറണ്ടില്ലാത്ത നേരത്ത് രാത്രി റാന്തൽവട്ടത്തിൽ അയാളുടെ കടലാസും പേനയും എടുത്തിരുന്ന് എഴുതിയൊരു കഥയാണ്. ഇറ്റ്സ് എ സ്റ്റോറി. ഹിസ്റ്ററി എന്താണ്? എന്താ ഹിസ്റ്ററി? ചരിത്രം നമ്മൾ എന്തിനാണ് സാധാരണത്തിൽ പഠിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മളിങ്ങനെ മുമ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് പുറകിലെ കാഴ്ചകൾ കാണുന്ന മിറർ എന്തിനാണ്? കണ്ണാടി എന്തിനാണ്? നിങ്ങൾക്കൊരു വാഹനം, നിങ്ങൾ മുമ്പിലേക്കാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം പുറകിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന മനുഷ്യരുണ്ടോ നിങ്ങളുടെ നാട്ടിൽ? ഇല്ലല്ലോ. പക്ഷെ മുമ്പിലേക്ക് സഞ്ചരിക്കുന്ന വാഹനത്തിന് നിർബന്ധമായിട്ടും പുറകിലെ കാഴ്ചകൾ കാണുന്ന മിറർ വേണ്ടേ? അല്ലേ? മുമ്പിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യരെ പുറകിലെ കാഴ്ചകൾ കാണാതെ നിങ്ങൾ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് ചരിത്രം നിങ്ങൾക്ക് നൽകുന്ന പാഠം. ഒരാൾക്കൊരു പുഴ മുറിച്ച് കിടക്കണം, അയാൾ ഓടി വരും. ഒരാൾക്കൊരു തോട് മുറിച്ച് കിടക്കണം, അയാൾ നേരെ നടന്നു വരുന്നു. എന്നിട്ട് ഈ തോട് ചാടിക്കിടക്കാൻ തീരുമാനിക്കുന്നു, അയാൾക്ക് കഴിയുന്നില്ല. അയാൾ എന്തെന്ന് വെച്ചാൽ ഒരു 3-4 സ്റ്റെപ്പ് പുറകിലേക്ക് വെച്ചു. എന്നിട്ട് ഓടി വന്നിട്ട് ആ തോട് അയാൾ ചാടിക്കിടക്കുന്നു. അയാൾക്ക് കഴിയൂലേ? അയാൾക്ക് ഊർജ്ജം നൽകിയത് എന്താ? പുറകിലേക്ക് അയാൾ വെച്ച ആ സ്റ്റെപ്പുകളാണ്. മുമ്പിലേക്ക് സഞ്ചരിക്കുന്ന വാഹനത്തിന് പുറകിലെ കാഴ്ചകൾ എന്തിനാ? വണ്ടി മുമ്പിലേക്ക് പോകണമെങ്കിൽ പുറകിലെ വാഹനങ്ങൾ കാണണം, നിർബന്ധമാണ്. ദാറ്റ്സ് ഹിസ്റ്ററി. അതാണ് ഹിസ്റ്ററി. ചരിത്രത്തിൽ ഇതുപോലെ ഒരു ദിവസം അറേബ്യയിൽ പൊടി പറത്തി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കുതിര ഭയങ്കര വേഗത്തിൽ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ അറേബ്യയിൽ കുതിരകൾ അങ്ങനെ വേഗത്തിൽ പാഞ്ഞാൽ അതൊരു അപകട സൂചനയായിട്ടാണ് ആളുകൾ കാണാറുള്ളത്. എങ്ങോട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് ആളുകൾ ആലോചിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കുതിര പോയ വഴിയിൽ ആളുകൾ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കുതിര ഓടുന്നത് പ്രവാചകന്റെ വീട്ടിലേക്കാണ്. ഉമർ കടിഞ്ഞാൻ പിടിച്ചു നിർത്തി പ്രവാചകന്റെ വീട്ടിലേക്ക് അങ്ങനെ കയറി. അപ്പൊ കുറെ സഹാബിമാർ പ്രവാചകന്റെ വീട്ടിൽ കൂടി നിൽക്കുന്നുണ്ട്. പലരും വേദനയിലാണ്. ഈ പ്രവാചകന്റെ വീട്ടിന്റെ മുറിയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് കയറി ചെന്നു. പ്രവാചകൻ മരണപ്പെട്ട് കിടക്കാണ്. പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പോലും കണ്ണീര് വരാതെ ഉമർ പുറത്തു വന്നിട്ട് ആളുകളോട് പറഞ്ഞത് പ്രവാചകൻ മരിച്ചിട്ടില്ല എന്നാ, അല്ലാന്റെ റസൂൽ മരിച്ചിട്ടില്ല എന്നാ. ഇസ്ലാമിക ചരിത്രം പറയുന്നത് പലയിടത്തും ഉമർ ഇബ്നുൽ ഖത്താബ് എന്തോ ഒരു ഭ്രാന്തൻ ജൽപ്പിക്കുന്നത് പോലെ, ഒരു ഭ്രാന്തന്റെ ജൽപ്പനം പോലെ
ആരാണ് റസൂൽ മരിച്ചു എന്ന് പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയതുപോലെ പ്രവാചകൻ ആകാശത്തേക്ക് ഉയർത്തിയതാകാം അദ്ദേഹത്തിന്റെ റൂഹിനെ. ആ റൂഹിന്റെ ശരീരത്തിലേക്ക് റൂഹ് തിരിച്ചു വരുന്ന ദിവസം പ്രവാചകൻ മരിച്ചു എന്ന് അറിയിച്ച മനുഷ്യനെ ഞാൻ കൊന്നുകളയും എന്ന് ഉമർ ഇബ്നു ഖത്താബ് പറയുന്നു. സഹാബിമാർ മുഴുവൻ പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രവാചകൻ മരിച്ചില്ല എന്നൊരാൾ പറയുന്നു. ഇതേ വേദിയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ കടന്ന അതേ മുറിയിലേക്കാണ് കടക്കുന്നത്. പ്രവാചകൻ മരിച്ചു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നിട്ട് പുറത്തേക്ക് വന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണോ അബൂബക്കറിനാണോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണോ പ്രവാചകനായിട്ട് കുറച്ചുകൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത്? ആർക്കാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. അപ്പോ ഉമറിനേക്കാൾ ഇമോഷണൽ ആവേണ്ടത് ആരാ? ഉമർ ഇബ്നു ഖത്താബ് വിളിച്ചു കിട്ടിയ മനുഷ്യർക്കിടയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇപ്പൊ വിചാരിക്കുന്നത്? മുഹമ്മദ് മരിച്ചിട്ടില്ല എന്നോ? മുഹമ്മദ് മരിച്ചിട്ടില്ല എന്നോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് തന്നെ പറഞ്ഞു, മുഹമ്മദിനെയാണ് നിങ്ങൾ ഇത്രയും കാലം ആരാധിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഫഖദ് മാത്ത, അദ്ദേഹം മരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അല്ലാഹുവിനെയാണ് നിങ്ങൾ ഇന്നലെ വരെ ആരാധിച്ചിരുന്നത് എങ്കിൽ ഫഖദ് ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കുന്നവനല്ല എന്ന്. ഇത് പറയുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. പ്രവാചകൻ മരിച്ചൊരു ലോകത്ത് ജീവിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെ പ്രവാചകൻ ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കാൻ കഴിയും? പ്രവാചകൻ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അന്നിനാകെ ഒരു സങ്കല്പ ലോകമല്ലേ, അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ ഞങ്ങൾക്കത്. നിങ്ങളില്ലാത്തൊരു ലോകത്തെ കുറിച്ച് സഹാബിമാർക്ക് സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഉമർ ഇബ്നു ഖത്താബിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, റസൂലിന്റെ ബോഡിയാണ് മുമ്പിൽ കിടക്കുന്നത്, പ്രവാചകൻ വഫാത്തായി കിടക്കുകയാണ്, പ്രവാചകന്റെ ശബ്ദമില്ലാത്ത, പ്രവാചകന്റെ ഹുതുബകളില്ലാത്ത, പ്രവാചകൻ നമസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാത്ത ഒരു ലോകത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറടക്കിയതിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ അറേബ്യയിൽ ആരും കാണാതിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടൻ ആദ്യം ചെയ്ത പണിയെന്നറിയോ? ചെയ്ത പണികളൊന്നും എന്താണെന്നറിയോ? ഇസ്ലാമിക ലോകത്തിന്റെ അതിർത്തികളിലൊക്കെ ബിലാലിനെ തേടി ആളെ വിട്ടു. ബിലാൽ എവിടെ പോയി എന്ന്, ബിലാലിന് പിന്നെ പ്രവാചകന്റെ പേര് പറയാൻ കഴിയില്ല എന്നുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കുന്നത് എനിക്കറിയില്ല, എന്തുകൊണ്ടായിരിക്കണം റസൂലിനെ ഇത്രമേൽ മനുഷ്യർ സ്നേഹിച്ചത്? പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ആലോചിച്ചുണ്ടോ? ഭൂമിയിൽ അല്ലാഹു അയച്ച പ്രവാചകന്മാർ മുഴുവൻ മനുഷ്യരായതുകൊണ്ടാണ്. അല്ലാഹുവിന് മുന്നിൽ ഓപ്ഷനുകൾ പലതും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? ഉദാഹരണത്തിന് അല്ലാഹു തീരുമാനിക്കുന്നു, ഭൂമിയിലെ മനുഷ്യർക്ക് ഇസ്ലാമിന്റെ ഹിദായത്ത് നൽകാൻ ഞാൻ ഇറങ്ങി വരുന്നു. അള്ളാഹുവിന് നേരിട്ട് ഇറങ്ങി വരാൻ പറ്റില്ലേ? അള്ളാഹുവിന് നേരിട്ട് മനുഷ്യർക്ക് ഇസ്ലാമിന്റെ ഹിദായത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലേ? കഴിയാത്തതല്ലല്ലോ. അള്ളാഹു അറിഞ്ഞോ? ഇല്ല. രണ്ട്, അള്ളാഹു തീരുമാനിക്കുന്നു ജിബ്രീലിനെ നേരിട്ട് ഭൂമിയിലേക്ക് അയച്ചു കളയാം, എന്നിട്ട് ജിബ്രീലിന് ഹിദായത്ത് നൽകട്ടെ മനുഷ്യർക്ക്. ഇത് അള്ളാഹുവിന് തീരുമാനിക്കാമായിരുന്നല്ലോ. ജിബ്രീൽ ആകാശവും ഭൂമിയും മുട്ടയുള്ള ചിറകുകളുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ജിബ്രീൽ ഇമോഷൻസ് ഇല്ല, ജിബ്രീൽ ഭക്ഷണം കഴിക്കില്ല. ജിബ്രീൽ ആകാശത്തോട് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിപ്പാണ്, ജിബ്രീൽ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിപ്പാണ്. മനുഷ്യർക്ക് മുന്നിൽ ജിബ്രീൽ ചിറകുകൊടുത്ത് നിന്നിട്ട് ആളുകളെ പേടിപ്പിച്ച് ജിബ്രീൽ എന്ന് തീരുമാനിക്കുന്നു ഇസ്ലാമിലേക്ക് കൊണ്ടുവരും. ആളുകൾ ഇസ്ലാമിലേക്ക് വരില്ലേ? വരും. റസൂൽ ജിബ്രീൽ കണ്ടിട്ടില്ലേ? 500 ചിറക് വിടർത്തി ആകാശത്തോളം ഊട്ടിനിൽക്കുന്ന, ആകാശവും ഭൂമിയും ഊട്ടിനിൽക്കുന്ന ചിറകുകളുമായി പ്രവാചകനെ ചേർത്ത് വെട്ടിച്ച് ആ ജിബ്രീലിനെ പ്രവാചകൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. മനുഷ്യന്മാർ പേടിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരൂലേ? അല്ലെ? റസൂൽ ഇസ്ലാം പറയുന്നതിനേക്കാൾ ആളുകൾ വിശ്വസിക്കൂലേ? കാരണം ജിബ്രീലിനെ പോലൊരു ഒരു ക്രിയേച്ചർ അവർ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്, ഇല്ലല്ലോ. പക്ഷെ അള്ളാഹു പ്രവാചകനാക്കാൻ തെരഞ്ഞെടുത്ത ആരാ? ഒരു മനുഷ്യനാണ്. നിങ്ങൾ ചരിത്രത്തിൽ ഏത് കാലത്ത് ചിന്തിച്ചാലും ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ കത്തുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞെന്നറിയോ? മാലിഹാദർ റസൂൽ അസ്വാഖ്. ഇത് എന്ത് റസൂലാണ്? നിങ്ങളുടെ റസൂല് അയാൾ ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് ഇവിടുത്തെ ചന്തകളിലൂടെ നടക്കുന്നു. ഇങ്ങനൊരു റസൂലോ എന്ന ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു അത്രേ. അബൂലഹബിനെ അറിയില്ല നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ റസൂൽ. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെ അള്ളാഹു മനുഷ്യർക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് ചോദിച്ചാൽ, മനുഷ്യരെ പോലെ വികാരങ്ങളുള്ള, മനുഷ്യരെ പോലെ സ്നേഹിക്കാൻ അറിയുന്ന, മനുഷ്യരെ പോലെ വിവാഹം കഴിക്കുന്ന, മനുഷ്യരെ പോലെ അങ്ങാടി ഇറങ്ങി നടക്കുന്ന, മനുഷ്യരെ പോലെ ആദ്യം വെക്കുന്ന, മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരെ അള്ളാഹു പ്രവാചകന്മാരാക്കി തെരഞ്ഞെടുക്കാൻ കാരണം മനുഷ്യരെ അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അബൂലഹബിനെ നിങ്ങൾക്ക് അറിയില്ലേ? ആരാണ് അബൂലഹബ്? ആരാണ് അബൂലഹബ്?
ആരാണ് അബൂലഹബ്? ആരാ അബൂലഹബ്? അബൂലഹബ് ആരാ? മനുഷ്യൻ ഒരാള്. അബൂലഹബ് മനുഷ്യനെന്നറിയാം. അബൂലഹബ് ആരാ? പ്രവാചകൻ അബൂലഹബ് ബന്ധമുണ്ടാ? പ്രവാചകൻ അബൂലഹബ് തമ്മിൽ ബന്ധമുണ്ടാ? എന്താണ് മദ്രസ നിങ്ങൾ പഠിപ്പിച്ചില്ല അബൂലഹബ് പ്രവാചകൻ തമ്മിൽ ബന്ധം? അബൂലഹബിനെ കുറിച്ചൊരു സൂറത്തില്ലേ ഖുറാനിൽ? ഇല്ലേ? അബൂലഹബിന്റെ പിതൃവനാണ്, പ്രവാചകന്റെ പിതൃവനാണ് അബൂലഹബ്. അബൂലഹബില്ലേ, അബൂലഹബ് ആമിന ബീവി പ്രവാചകനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറിയിൽ കാത്തു നിൽക്കുന്നു. അപ്പൊ വയറ്റാണ്ടുകൾ ആമിന ബീവിയുടെ പിന്നെ വയറിൽ നിന്ന് പ്രവാചകനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. അബൂലഹബായിരുന്നു ഈ മുറി. ചില ചരിത്രരേഖകൾ, ചില തഫ്സീറുകൾ പറയുന്നത് ഈ മുറിയുടെ കാവൽ നിന്നത് അബൂലഹബായിരുന്നു എന്നതാണ്. പ്രവാചകൻ പ്രവാചകത്വം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ, ആ ദിവസത്തിന് മുമ്പ് വരെ അബൂലഹബും പ്രവാചകനും തമ്മിൽ സ്നേഹബന്ധം വലുതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകൻ ആമിനബിയെ പ്രസവിക്കുന്നു. ചിലപ്പോ പ്രവാചകൻ ആദ്യമായി ഏറ്റുവാങ്ങിയ പുരുഷൻ ചരിത്രത്തിൽ അത് അബൂലഹബായിരിക്കും. അബൂലഹബ് പ്രവാചകനെയും കയ്യിൽ പിടിച്ചിട്ട് കഅബയുടെ ചാരത്തേക്ക് പോകുന്നു. അബ്ദുൽ മുത്തലിബ് കഅബയിൽ ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിനോട് പറയുന്നുണ്ട്, പിന്നെ ഇദ്ദേഹം എന്റെ സഹോദരന്റെ മകനാണ്, ഇബ്നു അഖി, ഇങ്ങനെ ഒരു പേര് വെക്ക് എന്ന് അബൂലഹബ് വളരെ സന്തോഷത്തോട് അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ കൊടുക്കുന്നു. അബ്ദുൽ മുത്തലിബാണല്ലോ ആ പേര് വെക്കുന്നത്. പിന്നീട് ഈ അബൂലഹബിനെ കുറിച്ച് ചരിത്രം പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം പിറ്റേ ദിവസം ആ സന്തോഷത്തിൽ 200 ഒട്ടകങ്ങളെ സംഭാവന ചെയ്തൊരു മനുഷ്യനാണ്. നാട്ടുകാർക്ക് വെറുതെ കൊടുത്തൊരു മനുഷ്യനാണ് ഈ അബൂലഹബ്. അല്ലേ? അങ്ങനെ ആളായിരുന്നില്ലേ അബൂലഹബ്? കുടുംബബന്ധമുള്ള ആളല്ലേ അബൂലഹബ്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസർ ഒരു അധ്യായമില്ലേ, അതിനകത്ത് പ്രവാചകനെ കുറിച്ച് ആ അധ്യായം ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകൻ മനുഷ്യൻ മകൻ അബ്ദുള്ള മരണപ്പെട്ടു, പ്രവാചകൻ ഖാസിം മരണപ്പെട്ടു, അബ്ദുള്ള മരണപ്പെട്ടു, ഇബ്രാഹിം മരണപ്പെട്ടു, പ്രവാചകൻ മക്കളെ മരണപ്പെട്ടു വരുന്നത്. അപ്പൊ അബ്ദുള്ള മരണപ്പെട്ടപ്പോ പ്രവാചകൻ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. വീട്ടിനകത്ത് ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളുമായിരിക്കുകയാണ്. പ്രവാചകന്റെ മകന്റെ മരണവാർത്ത നാട്ടുകാരെ അറിയിച്ചത് അബൂലഹബായിരുന്നു. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലും തെരുവിലിറങ്ങിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദിന്റെ വേലയ്ക്ക് പോയിരിക്കുന്നു, മുഹമ്മദിന്റെ മക്കളില്ലാതായിരിക്കുന്നു, മുഹമ്മദിന് ജനിക്കുന്ന മക്കളൊക്കെ മരിച്ചു പോകുന്നു എന്ന്, മുഹമ്മദിന് തലമുറകൾ നിലനിർത്താൻ വേണ്ടി അവരുടെ മക്കളിൽ നിന്ന് ബാക്കിയില്ല എന്ന് ഇയാളുടെ ഭാര്യയും കൂടെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് നീ നശിച്ചു പോട്ടെ എന്ന് 3 തവണ പല സന്ദർഭങ്ങളിൽ പറഞ്ഞൊരു മനുഷ്യനാണ് ഈ അബൂലഹബ്. ഒരിക്കൽ പ്രവാചകൻ ഇസ്ലാമിക സന്ദേശം ആദ്യമായി പരസ്യ പ്രബോധനം നടത്തുന്ന സമയത്ത് ഈ ഖുറൈശി പ്രമാണിമാരുടെ മുമ്പിൽ എഴുന്നേറ്റുന്നതുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, ഈ കുന്നിന്റെ അപ്പുറത്തുനിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് വെച്ചിട്ട് അബൂലഹബ് ആദ്യം കഴിഞ്ഞിട്ട് പറഞ്ഞത്, മുഹമ്മദ് നിന്നെ പോലെ വിശ്വസ്തനായ മനുഷ്യൻ, അബൂജഹൽ പോലും എനിക്ക് നിന്നെ പോലെ വിശ്വസ്തനായ മനുഷ്യരായിട്ട് മനസ്സിലാക്കി. ഉത്തമയെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, ശൈബയെ ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല, മുഹമ്മദ് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് അബൂലഹബ് പറഞ്ഞാൽ, മുഹമ്മദ് മുഹമ്മദ് നീ നശിച്ചു പോട്ടെ. ആ സമയത്ത് സഹോദരന്റെ പുത്രനാണ് എന്ന് നോക്കിയിട്ടില്ല അബൂലഹബ്, കുടുംബക്കാരനാണെന്ന് നോക്കിയിട്ടില്ല. ഇയാൾ വെല്ലുവിളിക്കുന്നത് ലാത്തയാണ്, ഇസ്സയാണ്, മനാത്തയാണ്, പുതിയൊരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട്, മുഹമ്മദ് നീ എന്റെ കുടുംബക്കാരനാണെന്ന് ഞാൻ പരിഗണിക്കുന്നില്ല, നശിച്ചു പോട്ടെ, നീ നശിച്ചു പോകും, കുടുംബക്കാരെ നമ്മൾ ശപിക്കുക. ഇതാണ് ഒന്നാമത്തെ സന്ദർഭം, അബൂലഹബ് പ്രവാചകനെ ശപിച്ച സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം എന്താണെന്നറിയോ? ഒരിക്കൽ അബൂലഹബ് പ്രവാചകനെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് ഞാൻ ഇനി ഇസ്ലാം സ്വീകരിച്ചു എന്ന് നീ വിചാരിക്കുക. ഇസ്ലാം സ്വീകരിച്ചാൽ എനിക്ക് എന്ത്, നിന്റെ ദീനിൽ വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് പ്രയോറിറ്റി കിട്ടും, എനിക്കെന്ത് പരിഗണന കിട്ടും, എനിക്കെന്ത് കൺസിഡറേഷൻ കിട്ടും എന്ന് പറഞ്ഞപ്പോ അബൂലഹബിനെ ചൂണ്ടിക്കാണിച്ച് പ്രവാചകൻ പറഞ്ഞു, ബിലാലിനെ പോലെ, ഉമയ്യയെ പോലെ ഈ നാട്ടിൽ നിൽക്കുന്ന എന്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന നിങ്ങൾ അടിമകൾ എന്ന് വിളിച്ചിരുന്ന കറുത്താർക്കാരായ മനുഷ്യരുണ്ടല്ലോ, ഇവരെ പോലൊക്കെ ഒരു കൺസിഡറേഷനെ അബൂലഹബിനും കിട്ടുള്ളൂ എന്നാര് പറഞ്ഞു? പ്രവാചകൻ പറഞ്ഞു. അബൂലഹബ് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ് നീ നശിച്ചോട്ടെ എന്ന് പറഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞ സമയത്ത് അബൂലഹബ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അബൂലഹബ് യുദ്ധം കഴിഞ്ഞ് നാട്ടിൽ തോറ്റ വിവരം ഇവരുടെ പടയാളികൾ വന്ന് അറിയിക്കുന്ന സമയത്ത് അബൂലഹബ് അബൂജഹലും മരിച്ചു എന്നറിഞ്ഞു. അബൂജഹൽ മരിച്ചുപോയി എന്നറിഞ്ഞു. അബൂലഹബ് ആകെ തകർന്നുപോയി. മുഹമ്മദിന്റെ 313 മുന്നിൽ നമ്മൾ 1000 കണക്കിന് ആളുകളിൽ കൊണ്ടുപോയിട്ട് തോറ്റു വന്നു. അയാളാകെ മനസ്സ് തകർന്നുപോയി.
അബൂലഹബിനെ കുറിച്ച് പറയുന്നത് പിന്നെ അയാളുടെ മനസ്സിനെ ബാധിച്ച രോഗം ശരീരത്തെ ബാധിച്ചു എന്നാണ്. ശരീരം മുഴുവൻ അയാൾ വ്രണം ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വരാൻ തുടങ്ങി എന്നാണ്. ഇയാളുടെ മക്കൾക്ക് ഇയാളെ പേറാൻ ശേഷിയില്ലാതെ മക്കൾ പറഞ്ഞു ഇതിങ്ങനെ നാരാണല്ലോ, മരിക്കാത്തൊരു മനുഷ്യൻ വീട്ടിൽ കിടന്ന് നാരാണ്, മരിക്കാത്തൊരു മനുഷ്യൻ വീട്ടിൽ കിടന്ന് നാരാണ്. മക്കളെന്തെന്ന് വെച്ചാൽ വടിയിലാക്കിയിട്ട് റോട്ട് കൊണ്ടിട്ടു പാപ്പാനെ, വടിയിൽ തോണ്ടിയിട്ട് റോട്ട് കൊണ്ടിട്ടു പാപ്പാനെ. നാട്ടുകാര് ഇയാളുടെ മക്കളോട് പരാതി പറയാൻ തുടങ്ങി. ഈ ബോർഡിങ്ങനെ ഇവിടെ കിടന്നിട്ട് മനുഷ്യന്മാര് നാറിയിട്ട് നടക്കാൻ കഴിയുന്നില്ല. ആടെ അബൂലഹബ് 400 ഊട്ടിയ സ്വർണം, അറേബ്യയിൽ അങ്ങനെ ഒരു മനുഷ്യനില്ല. ഇത്രയും സ്വർണം കഴിട്ടും കഅബയുടെ ഭണ്ഡാരം വിറ്റിത്തുറന്ന കേസിലെ പ്രതിയാണ് അബൂലഹബ്. ഇത്രയും പണം കയ്യിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അബൂലഹബിന്റെ വീട്ടിൽ നിന്നൊരു കാലത്ത് സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന അത്തർ, ഇയാൾ സഞ്ചാരം നടത്തി വന്ന സ്ഥലങ്ങളിൽ അത്തറിന്റെ മണം മാത്രം കേട്ടുകൊണ്ടിരുന്ന ആ വീട്ടിൽ നിന്ന് ഇയാളുടെ ശരീരം ഒട്ടുന്ന മണം പുറത്തേക്ക് വരാൻ തുടങ്ങിയെന്നാണ്. ഇങ്ങനെ അഭിസീനിൽ കൊണ്ടുവന്ന 2 അടിമകളെ വന്നിട്ടാണ് ഈ കുഴിയിലേക്ക് ഇയാളുടെ ബോഡി വിറ്റിട്ടിട്ട് മൂടിയത് എന്നാണ്. ഖുർആനാണ് അയാൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ തബ്ബല്ലൊക്കെ മുഹമ്മദിന് മറുപടി എടുത്ത്. ആ മറുപടി എന്തായിരുന്നു? തബ്ബത് യദാ അബീ ലഹബ് വതബ്. പ്രവാചകനാണോ മറുപടി എടുത്ത്? അബൂലഹബ് നശിക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അബൂലഹബിന്റെ ഭാര്യ ഉമ്മുജമീൽ നശിക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അബൂജഹലിന്റെ കുടുംബക്കാർ നശിക്കട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അബൂജഹലിന്റെ സ്വത്തുവകൾ മുഴുവൻ ഇല്ലാതായി പോകട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയില്ല. ഇല്ലാതെ തന്നെ ഫിർഔന്റെ പേര് പറഞ്ഞ അതേ ഖുർആനിൽ, അബൂജഹലിന്റെ പേര് പോലും പറയാം അതേ ഖുർആനിൽ അബൂലഹബിന്റെ പേരെടുത്ത് പറഞ്ഞ് പ്രവാചകനെ പുറകിൽ നടന്ന് ഉപദ്രവിച്ചൊരു മനുഷ്യനെ അള്ളാഹു അയാളുടെ ജീവിതത്തിൽ വരുത്തിയ പരിധിയെ കുറിച്ച് ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ സംഭവിച്ച പരിധിയെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യന്മാർക്കിടയിൽ ജീവിച്ചത് കൊണ്ട്, മനുഷ്യരെ പോലെ കൺസിഡർ ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് സംഭവിക്കുന്ന അതേ പിഴവുകൾ പ്രവാചകനും വരും എന്ന് ഈ മനുഷ്യരെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനായി മനുഷ്യർക്കിടയിൽ ജീവിച്ചതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചില കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞത്. മുഹമ്മദ് നീ അത്ഭുതം നൽകി, മുഹമ്മദ് നീ പറയുന്ന അള്ളാഹു ഉണ്ടെങ്കിൽ അത്ഭുതം നൽകി, നീ പറയുന്ന അള്ളാഹു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പാറക്കല്ല് പൊട്ടിച്ച ചരിത്ര പ്രവാചകന്മാരെ തൊട്ട് പഠിച്ച പോലെ അങ്ങനെ ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ ഈ പാറക്കല്ല് പൊട്ടിച്ചത് ഒട്ടകം പുറത്തേക്ക് വരട്ടെ എന്ന് പ്രവാചകന്മാരോട് ചോദിച്ചത് പോലെ പ്രവാചകൻ ചോദിക്കും. പ്രവാചകരുടെ മറുപടി പറഞ്ഞത് ഞാൻ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു, മുഹമ്മദ് മനുഷ്യരെ പരിഹരിക്കാത്ത സന്ദർഭങ്ങളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ആകാശത്തിന്റെ ഇടപെടലുണ്ടാവും. 2-3 സന്ദർഭങ്ങളിൽ അള്ളാഹു പ്രവാചകനെ തിരുത്തുന്ന സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ സന്ദർഭം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹരീം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂറത്ത് തഹരീം കേട്ടുണ്ടോ? സൂറത്ത് തഹരീം കേട്ടുണ്ടോ? ഈ സൂറത്ത് ഇറങ്ങാൻ പശ്ചാത്തലമുണ്ട്. എന്താണെന്നറിയോ? പ്രവാചകന്റെ ഭാര്യമാരായ ആയിഷ റളിയല്ലാഹു അൻഹയും സൈനബ് റളിയല്ലാഹു ഹഫ്സ റളിയല്ലാഹു അൻഹയും പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ഇവർക്ക് ചില സമയത്ത് പ്രവാചകന്റെ മറ്റു ഭാര്യമാരോട് ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ചില കുശുമ്പുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി. സൈനബ് റളിയല്ലാഹു അൻഹ പ്രവാചകന് വേണ്ടിയിട്ട് കുറച്ച് സൂക്ഷിച്ചിരുന്ന കുറച്ച് തേൻ പ്രവാചകന് കൊടുക്കുന്നു. പ്രവാചകന് തേൻ ഭയങ്കര ഇഷ്ടമാണ് എന്നറിഞ്ഞതുകൊണ്ട് സൈനബ് കരുതി വെച്ചാണ് പ്രവാചകന് വേണ്ടിയിട്ട്. പ്രവാചകൻ ആ തേൻ കുടിക്കുന്നു. അപ്പൊ ഹഫ്സയും ആയിഷയും അറിഞ്ഞു പ്രവാചകൻ തേൻ കുടിച്ചിട്ടാണ് വരുന്നത് എന്ന്. അപ്പൊ ഇനിയും പ്രവാചകൻ സൈനബിന്റെ വീട്ടിൽ പോകും തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്, അത് തടയണം, സൈനബിനോട് പ്രവാചകന് ഭയങ്കര സ്നേഹമായി പോകും എന്ന് കരുതി ആയിഷയും ഹഫ്സയും കൂടെ പ്ലാനിടുന്നു. പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകനെ മഹാഫീർ മണക്കുന്നു. അതൊരു കല്ലുമുൾ ചെടികൾ എന്തൊരു സാധനം, ഒരു വൃത്തികെട്ട മണം പുറത്തേക്ക് വരുന്ന ഒരു സാധനമാണ്. പ്രവാചകൻ എന്താ തിന്നത്? പ്രവാചകനെ മഹാഫീർ മണക്കുന്നല്ലോ എന്ന് ഹഫ്സയും പറയണം. ഞാൻ മാത്രം പറഞ്ഞ പ്രവാചകൻ വിശ്വസിച്ചോളന്നില്ല, നീയും പറയണം എന്ന് ആയിഷ ഹഫ്സയോട് പറയുന്നു. ഞാൻ ആയിഷയുടെ അടുത്തേക്ക് വന്നപ്പോ ആയിഷയോട് പ്രവാചകൻ നിങ്ങൾ എന്താ തിന്നത്? മഹാഫീർ മണക്കുന്നല്ലോ. സൈനബിന്റെ അടുത്തേക്ക് ഹഫ്സയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഹഫ്സ പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ എന്താ തിന്നത്? മഹാഫീർ മണക്കുന്നല്ലോ. പ്രവാചകൻ ആലോചിക്കും, ഞാൻ തേനാണല്ലോ കുടിച്ചത്, തേനിന് മഹാഫീറിന്റെ മണമായോ, എങ്കിൽ ഞാൻ ഇനി ഒരു കാലത്തും തേൻ കുടിക്കില്ല. പ്രവാചകൻ തീരുമാനങ്ങൾ എടുത്തു. പ്രവാചകൻ ശപഥം ചെയ്തു. ചെറിയൊരു സംഭവമല്ലേ ഇത്? ഇതൊരു ചെറിയ സംഭവമല്ലേ? പ്രവാചകന്റെ പേഴ്സണൽ ലൈഫിൽ തേൻ കുടിക്കില്ല എന്ന് പ്രവാചകൻ തീരുമാനിക്കുന്നു. ശരി, പ്രവാചകൻ എടുത്തോട്ടാ തീരുമാനം. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം ഇതിനു വേണ്ടി ഇറങ്ങി. യാ അയ്യുഹൻ നബി ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക. അല്ലാഹുവിന്റെ പ്രവാചകരെ,
അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ സംഗതികൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഹറാമാക്കുന്നു. ഖുർആന്റെ ആയത്ത് റസൂൽ തേർന്നെടുക്കുന്നില്ല. ഖുർആന്റെ ആയത്തിറങ്ങി. റസൂൽ തേർന്നെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഖുർആന്റെ ആയത്തിറങ്ങി. ഭൂമിയിൽ അള്ളാഹു ഹലാലാക്കിയ സംഗതികളെ ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ ഹറാമാക്കുകയാണോ നബിയെ എന്ന് ഖുർആൻ ഇരിക്കുന്നു. പ്രവാചകൻ തിരിച്ചാണ് അല്ലെ? പൗരപ്രമാണിമാരുമായി ചർച്ച നടക്കുന്നു. അബൂജഹൽ ഇസ്ലാമിലേക്ക് വന്നാലോ, ഉത്തര ഇസ്ലാമിലേക്ക് വന്നാലോ, സൗദി ഇസ്ലാമിലേക്ക് വന്നാലോ, അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് കിട്ടിയാലോ ഭയങ്കര ആശങ്കയായിരുന്നു പ്രവാചകന്. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് കണ്ണു കാണാത്ത അന്ധനായ മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ചു വരുന്നത്. അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ അസ്സലാമു അലൈക്കും. പ്രവാചകൻ നീരസം തോന്നി. ഉമ്മി മക്തൂം എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? ഉമ്മി മക്തൂമിന് കയറി വരേണ്ട സദസ്സല്ലല്ലോ ഇത്. വഅലൈക്കും അസ്സലാം എന്ന് പ്രവാചകൻ സലാം മടക്കി. പക്ഷെ ആ സലാം മടക്കലിന് ഒരു നീരസം ഉണ്ടായിരുന്നു. കണ്ണാണത് ഉമ്മി മക്തൂം പ്രവാചകൻ നീരസം കണ്ടിട്ടുണ്ടാവോ? പ്രവാചകൻ മുഖം വിളിച്ചത് കണ്ടിട്ടുണ്ടാവോ? ഇല്ല. ഉമ്മി മക്തൂം വീട്ടിൽ പോയി. പ്രവാചകൻ പൗരപ്രമാണിമാർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് ഖുർആൻ ഇറങ്ങുമ്പോൾ റസൂല് അള്ളാഹു താൻ മുഖം ചുളിച്ചത് അറിഞ്ഞിരിക്കുന്നു, അള്ളാഹു അത് അള്ളാഹു ശ്രദ്ധിച്ചിരിക്കുന്നു. ഖുർആന്റെ ആയത്തിറങ്ങിയിട്ട് റസൂലെ നിങ്ങളുടെ മനുഷ്യനെ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയി കേട്ടോ, നിങ്ങളുടെ മനുഷ്യനെ പരിഗണിക്കാൻ വിട്ടുപോയി കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. കേട്ടില്ലെങ്കിൽ പ്രവാചകരെ അന്തം നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ നിങ്ങൾ മുഖം തിരിച്ചു അല്ലേ, നിങ്ങൾ തിരിഞ്ഞു പറഞ്ഞു അല്ലേ എന്ന് ഖുർആൻ തിരിച്ചാണ്. മനുഷ്യരെ പ്രവാചകൻ അത്രമേൽ കൺസിഡർ ചെയ്തത് കൊണ്ടാണ് പ്രവാചകരെ നിങ്ങൾക്ക് പിഴവുകൾ സംഭവിക്കുന്ന സമയത്ത് അള്ളാഹു നേരിട്ട് ഖുർആൻ ഈ ഖുർആൻ ഉണ്ടല്ലോ, നമസ്കാരത്തിന്റെ വക്തുകൾ നിങ്ങൾക്ക് കിട്ടില്ല. കിട്ടോ? ളുഹർ നമസ്കാരം 4 റക്അത്താണെന്ന് ഖുർആനിൽ ഏതായിരുന്നു പഠിച്ചത്? സുബഹി 2 റക്അത്താണെന്ന് ഖുർആനിൽ ഏതെങ്കിലും ആയത്തിലുണ്ടോ? ഉണ്ടോ? നമസ്കാരം എത്ര വഖത്താണെന്ന് ഖുർആനിൽ ഏതെങ്കിലും ആയത്തിലുണ്ടോ? സ്വർണത്തിന്റെ വെക്കാത്ത് 85 ഗ്രാമാണെന്ന് നിങ്ങൾക്ക് ഖുർആനിൽ കിട്ടോ? വെള്ളിയുടെ വെക്കാത്ത് 595 ഗ്രാമാണെന്ന് നിങ്ങൾക്ക് ഖുർആനിൽ എവിടെയെങ്കിലും കിട്ടും? ഇല്ല. 30 ഒട്ടകങ്ങൾ, 25 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ, 5 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ, 30 പശുക്കൾ ഉണ്ടെങ്കിൽ, 40 ആടുകൾ ഉണ്ടെങ്കിൽ സക്കാത്ത് എടുക്കുന്ന ഖുർആനിൽ കിട്ടും? ഇല്ല. ഇതേ ഖുർആനിൽ നിങ്ങൾക്ക് ഫിർഔന്റെ ചരിത്രം അള്ളാഹു 1 അല്ല 2 അല്ല പലതവണ ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. എന്തിനാ? പ്രവാചകന്റെ പേര് വിശുദ്ധൂരനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? പ്രവാചകന്റെ പേര് വിശുദ്ധൂരനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? എത്ര തവണ ഉണ്ട്? പറ. പ്രവാചകന് ജിബ്രീൽ ഇറക്കിക്കൊടുത്ത് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ പേര് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? 4 തവണ. മൂസയുടെ പേര് എത്ര പറഞ്ഞിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അധികം പേരെടുത്ത് പറഞ്ഞ പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. പ്രവാചകൻ അവതരിച്ച വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ പേര് 4 തവണ പറയുക. പ്രവാചകന്റെ അനുയായികൾ ഈ ആരാധനാ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ നരകമാണ് അവർക്കുള്ളത് എന്ന് പറഞ്ഞിരിക്കെ തന്നെ ഈ ആരാധനാ കർമ്മങ്ങളുടെ വിശദാംശം പറയാത്ത വിശുദ്ധ ഖുർആൻ ഫറോവയുടെ ചരിത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പ്രവാചകൻ നിങ്ങളുടെ നാട്ടിൽ ഒരു ജൂതൻ, അയാളുടെ പേരിൽ ഇപ്പോൾ ഒരു കേസ് ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ, അയാൾ ഒരാളുടെ പദവിയിൽ ഒട്ടിച്ചിരിക്കുന്നു. അയാളുടെ കള്ളം നടക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ജൂതന്റെ വീട്ടിലേക്ക് കൊണ്ടുവച്ചു. പ്രവാചകൻ വിധി നടപ്പിലാക്കാൻ വേണ്ടി സഹാബിമാർക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. എല്ലാ സഹാബിമാരും മുസ്ലിങ്ങളാണ്. ജൂതൻ അപ്പുറത്ത് ഒറ്റക്കാണ് നിൽക്കുന്നത്. അയാൾ പറഞ്ഞു ഞാൻ മോഷ്ടിച്ചതല്ല, അയാളുടെ വീട്ടിൽ കൊണ്ടിട്ടതാണ് എന്ന്. സഹാബിമാർ പറഞ്ഞു പ്രവാചകർ ജൂതനാണ്, വിശ്വസിക്കല്ലേ എന്ന്. പ്രവാചകർ ജൂതനാണ്, വിശ്വസിക്കല്ലേ എന്ന്. സ്വാഭാവികമായിട്ടും സാഹചര്യ തെളിവുകൾ സാക്ഷികളൊക്കെ പറഞ്ഞു ഇയാളായിരിക്കും കള്ളൻ എന്ന്. ഇസ്ലാമിക സമൂഹത്തിന് അപ്പോൾ ഒരു ജൂതനെ പ്രതിക്കൂട്ടി നിർത്തി അയാളുടെ കൈമുറിച്ച് മാറ്റാൻ പറ്റൂലേ? പ്രവാചകൻ വിധി നടപ്പിലാക്കാൻ പോകുന്ന നേരത്ത് വിശുദ്ധ ഖുർആനിലെ 9 ആയത്തുകൾ ഇറങ്ങിയത്. 9 ആയത്തുകൾ. പ്രവാചകരെ, നിങ്ങളുടെ കൂട്ടത്തിൽ സാധാരണക്കാരായ മനുഷ്യന്മാർ, മുസ്ലിങ്ങളായ മനുഷ്യന്മാർ അവർ തെറ്റ് ചെയ്തു എന്ന് സാഹചര്യ തെളിവുകൾ ആരോ പറഞ്ഞു എന്നതിന് പേരിൽ നിങ്ങൾ വിധി നടപ്പിലാക്കാൻ പോവുകയോ? പലയത്തിലും പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ കൂട്ടക്കാർ അവർ തെറ്റുകാരായിരിക്കെ തന്നെ നിങ്ങളുടെ കൂട്ടക്കാരായി പോയി എന്നതിന്റെ പേരിൽ അവരുടെ മേൽ നിങ്ങൾ നീതി നടപ്പിലാക്കാതിരിക്കുക. പാവപ്പെട്ടൊരു മനുഷ്യൻ മറ്റൊരു മതസ്ഥനായി പോയി എന്നതിന് പേരിൽ അയാൾക്ക് വരെ നിങ്ങൾ നീതി നടപ്പിലാക്കുക. ജൂതനെതിരെ വിധി പറയാൻ പോയ സമയത്ത് വിശുദ്ധ ഖുർആനിൽ ആ ജൂതന്റെ നീതിക്ക് വേണ്ടി, മുസ്ലിം അല്ലാത്തൊരു മനുഷ്യന്റെ നീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനെ ചെയ്യുന്നതിന് മുമ്പ് പ്രവാചകൻ ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആയത്തിൽ ഇറക്കി കൊടുക്കുക. പ്രവാചകൻ മനുഷ്യരെ കൺസിഡർ ചെയ്തു, പ്രവാചകൻ മനുഷ്യരെ പരിഗണിച്ചു, മനുഷ്യരെ ചേർത്ത് പിടിച്ചു എന്നുള്ളതുകൊണ്ടാണ് ചരിത്രത്തിൽ എമ്പാടും പ്രവാചകൻ മരിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് അത് സഹിക്കാൻ കഴിയാതിരുന്നത് എന്നാണ്
ഉസ്മാൻ ഇബ്നു തൽഹ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി പറഞ്ഞൊരു സംഭവമുണ്ട്. പ്രവാചകൻ മക്കയിലായിരിക്കുന്ന സമയത്ത് കഅബയുടെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കുന്നു. കഅബയുടെ ഉള്ളിലേക്ക് പ്രവാചകന് കയറണം. ഉസ്മാൻ ഇബ്നു തൽഹയാണ് ഖുറൈശ് പ്രമാണിമാരുടെ കൂട്ടത്തിലെ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ. അയാളാണ് ഇപ്പൊ കഅബയുടെ താക്കോൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ ഉസ്മാൻ ഇബ്നു തൽഹയുടെ അടുക്കലേക്ക് പോയി. ആ കഅബയുടെ താക്കോലും വരും ഉള്ളിൽ നിന്ന് പോയി നിസ്കരിക്കാനാണ് എന്ന്. മുഹമ്മദ് നീയും കഅബയും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് ഉസ്മാൻ ചോദിച്ചത്. നീയും കഅബയും തമ്മിൽ എന്താണ് ബന്ധം എന്ന്. ആൾ പറഞ്ഞു, ഞാനും കഅബയും തമ്മിൽ ബന്ധമില്ലേ? അള്ളാഹുവിന്റെ ആദ്യ ഭവനമല്ലേ കഅബ? എനിക്ക് നിസ്കരിക്കാൻ അധികാരമില്ലേ? അതിനകത്ത് അവകാശമില്ലേ എന്നാണ്. ഉസ്മാൻ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ അവകാശമില്ല എന്ന്. നമ്മുടെ നാട്ടിലെ മുഴുവൻ മതസങ്കല്പങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്ത് ഇതിനകത്തുള്ള ലാത്തയും ഉജ്ജയും ഈ വിഗ്രഹങ്ങളെ നമുക്ക് ചോദ്യം ചെയ്ത് പുതിയൊരു മതം കൊണ്ടുവന്ന് നീ കഅബക്കടുത്ത് നിസ്കരിക്കാൻ പോവേ എന്നാണ് ഉസ്മാൻ ചോദിച്ചത്. കൂട്ടിക്കിട്ടോന്നാ പറഞ്ഞത്. ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, ഈ താക്കോലുണ്ടല്ലോ അധികം വൈകാതെ തന്നെ എന്റെ കയ്യിൽ വരും. ആ കയ്യിൽ വരുന്ന സമയത്തുണ്ടല്ലോ ഈ താക്കോൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ അന്നറിയും എന്ന്. ഉസ്മാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ മക്കയിൽ ആരും ജീവിച്ചിരിപ്പുണ്ടാവില്ല മുഹമ്മദ് എന്നാണ് അയാൾ പറഞ്ഞത്. മക്കയിൽ ആരും ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന്. മക്ക മുതൽ സംഭവിച്ചു. മക്കയിൽ മനുഷ്യർക്ക് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അബൂസുഫിയാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഉസ്മാൻ ഇസ്ലാം സ്വീകരിക്കാൻ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മക്കയിൽ പ്രവാചകനെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്മാരൊക്കെ മക്കളിൽ നീക്കെ കൊടിയും കൊണ്ട് ഒരു സഹാബിയോടാണ് മൽഹമ, ഇനി ചോരക്കളിയുടെ ദിവസമാണ്. 13 വർഷക്കാലം മക്കയിലിട്ട് നമ്മളെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളുടെയും തല റസൂൽ അടക്കാൻ പോകുന്ന ദിവസമാണിത് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കൊടി കൊണ്ടുവരുന്നു. റസൂൽ അയാളുടെ കയ്യിൽ നിന്ന് കൊടി തട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അൽ യൗമു യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. കഅബയുടെ മുമ്പിൽ സഹാബിമാർ മുഴുവൻ ഒരുമിച്ച് കൂടി. അവരുടെ കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു തൽഹ ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു തൽഹ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. സഹാബിമാർക്കിടയിൽ തന്നെ ഖുറൈശ് പ്രമാണിമാർ മുഹമ്മദ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട്. പ്രവാചകൻ കഅബയുടെ താക്കോൽ കൂട്ടം ഇങ്ങനെ പൊട്ടിപ്പിടിച്ചു. അലി ഇബ്നു അബീ താലിബ് കൊടുത്തു. റസൂൽ അടുത്തത് എന്നായിരിക്കും കഅബയെ ഏൽപ്പിക്കാൻ പോകുന്നത്? അലി ഇബ്നു അബീ താലിബ് വിശ്വസിച്ചു, റസൂൽ എന്റെ കയ്യിലായിരിക്കും. ഞാൻ മൂപ്പരുടെ കുടുംബക്കാരനാണല്ലോ, എന്റെ കയ്യിലായിരിക്കും റസൂൽ കഅബയുടെ താക്കോൽ ഏൽപ്പിക്കാൻ പോകുന്നത്. പ്രവാചകൻ ഉസ്മാൻ ഇബ്നു തൽഹയെ വിളിച്ചു. ഉസ്മാൻ എവിടെ എന്ന്. ഉസ്മാൻ മുസ്ലിങ്ങൾക്കിടയിലൂടെ, സഹാബിമാർക്കിടയിലൂടെ, ഖുറൈശ് പ്രമാണിമാർക്കിടയിലൂടെ അയാൾ തലവാഴ്ച റസൂലിന്റെ മുമ്പിലേക്ക് നടന്നു വന്നു. റസൂൽ അയാളെ തല വെട്ടിപ്പിടിച്ചു. തല വെട്ടിപ്പിടിച്ചു എന്ന നിൽക്ക് എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കാത്തൊരു മനുഷ്യന്റെ കയ്യിൽ ഇസ്ലാം പിടിച്ചെടുത്ത കഅബയുടെ താക്കോൽ കൊടുത്തിട്ട് നാളെ മുതൽ നീ തന്നെയാണ് കഅബയെ നോക്കേണ്ടത് എന്ന് പ്രവാചകൻ പറയാം. നിങ്ങളോട് ശത്രുത കാണിച്ച, നിങ്ങളെ നിരന്തരം വേട്ടയാടിയ മനുഷ്യന്മാരെ നിങ്ങൾ എങ്ങനെയാ തോൽപ്പിക്കുന്നത്? മേലെ മുഖം മൊത്തം മൂടിയിട്ട ഒരു മനുഷ്യൻ മക്കപ്പെട്ടതിന് ശേഷം മക്കയിലേക്ക് കടന്നു വരുന്നു. പ്രവാചകന്റെ മുമ്പിൽ മുഖം മൂടിയൊരു മനുഷ്യൻ. അയാൾ പ്രവാചകൻ ചോദിച്ചു, പ്രവാചകൻ നാട്ടിലെ മനുഷ്യന്മാർക്ക് മുഴുവൻ നിങ്ങൾ മാപ്പ് കൊടുക്കുന്നു എന്ന് കേട്ടല്ലോ. അബൂ സുഫിയാൻ മാപ്പ് കൊടുത്തു? മാപ്പ് കൊടുക്കും. കഅബ് ബിൻ സുഹൈറിന് മാപ്പ് കൊടുത്തു? ഇയാൾ ചോദിക്കണം. കഅബ് ബിൻ സുഹൈർ ആരാണെന്നറിയോ? ഇസ്ലാമിന്റെ നല്ല കാലങ്ങളിൽ, ഇസ്ലാമിന്റെ പ്രതിസന്ധി കാലങ്ങളിൽ മക്കയിൽ ഇസ്ലാമിനെതിരെ ഏറ്റവും അധികം കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പ്രവാചകനെ അധിക്ഷേപിച്ച്, പ്രവാചകനെ തെരുവിളിച്ച്, പ്രവാചകനെ ക്രൂരമായി ഉപദ്രവിക്കാൻ വേണ്ടി നാട്ടുകാർക്കിടയിൽ കവിത എഴുതി കടലിൽ കെട്ടിത്തൂക്കിയ മനുഷ്യനാണ് കഅബ്. ഈ മനുഷ്യന് നിങ്ങൾ പുറത്തു കൊടുക്കുമോ എന്ന് ചോദിച്ച സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, കഅബല്ല, ആര് വന്നാലും ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. ഇയാള് മുഖം മൂടി മാറ്റി. അപ്പോൾ പ്രവാചകൻ ചിരിക്കുകയാണ്. പ്രവാചകൻ വെച്ച്, കഅബ് ഇങ്ങനെയൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ എന്റെ മുമ്പിൽ? നീ മാപ്പ് ചോദിച്ചാൽ മാപ്പ് തരാത്തവനാണ് ഞാൻ എന്ന് കരുതിപ്പോയോ എന്നാണ്. കഅബ് പറഞ്ഞോ, എനിക്ക് നിങ്ങളെ പേടിയില്ല, പക്ഷെ ഉമറിനെ പേടിയുണ്ട്. എനിക്ക് നിങ്ങളെ പേടിയില്ല, പക്ഷെ ഉമറിനെ പേടിയുണ്ട്. കാരണം എന്താണ്? ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വരാൻ പറ്റും, പക്ഷെ ഉമർ ചിലപ്പോ തലയെടുത്തതിന് ശേഷമായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഡെഡ് ബോഡി ആയിട്ട് വരേണ്ടി വരിക. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് തന്നിട്ടല്ലാതെ എനിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ലല്ലോ, അല്ലേ? അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു പിൽക്കാലത്ത്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കാൻ വൈകിപ്പോയത് എന്താണെന്ന് സഹാബിമാര് പലരും അബൂ സുഫിയാനോട് കാരണം ചോദിച്ചപ്പോ അബൂ സുഫിയാൻ പറഞ്ഞത്, മുഹമ്മദ് വരുന്നതിന് മുമ്പ് വരെ കഅബയുടെ പള്ളി പ്രസിഡന്റ്, കഅബയുടെ നാട്ടിലെ സാംസ്കാരിക കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കഅബയുടെ